നമ്മൾ വയനാട്ടിലേക്ക് തന്നെ പോവുകയാണ്. അവിടെ തിരച്ചിൽ തുടരുന്നു. 8ാം ദിനത്തിലും കാണാതായവർക്കായി സമീപമുള്ള സൺറൈസ് വാലി കേന്ദ്രീകരിച്ചാണ് പ്രത്യേക പരിശോധന നടത്തുന്നത്. 12-അംഗ സംഘം കാന്തൻപാറ വെള്ളച്ചാട്ടത്തിന് സമീപം പരിശോധന നടത്തുന്നുവെന്നാണ് ഞങ്ങളുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാണാതായവർക്കായി ചൂരൽമലയിലും ചാലിയാറിലും തിരച്ചിൽ തുടരുകയാണ്. ഐബോർഡ് പരിശോധനയിൽ സിഗ്നൽ കിട്ടിയ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുന്നത്. റിട്ടയർ മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെത്തിയ സ്ഥലങ്ങളിലും മണ്ണ് നീക്കി പരിശോധന നടത്തുന്നുണ്ട്. ചാലിയാറിന്റെ ഇരുകരകളിലും തിരച്ചിൽ തുടരുകയും ചെയ്യുന്നു. മുണ്ടേരി കുമ്പളപ്പാറയിൽ നിന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. തിരിച്ചറിയാത്ത 22 മൃതദേഹങ്ങളുടെ സംസ്കാരം ഇന്ന് പുത്തുമലയിലെ ഹാരിസൺ എസ്റ്റേറ്റിൽ നടക്കും. ദീപക് മലയമ്മ നൽകും വിവരങ്ങൾ. ആദ്യം ദീപക്, നേരത്തെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനം 8 സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന തന്നെയാണ്. ഡ്രോൺ സിഗ്നൽ ലഭിച്ചെടുത്ത് ഇപ്പോൾ ഏത് രീതിയിലാണ് പരിശോധന നടത്തുന്നത്? സെന്റിനൽ റോക്ക് പരിസരത്ത് ഉൾപ്പെടെ തിരച്ചിൽ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിനിത, അങ്ങനെ തന്നെയാണ്. അതായത് 8 സ്പോട്ടുകളാണ് പ്രധാനമായും ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. ഈ മേഖല എന്ന് പറയുന്നത് ഒരു കളിസ്ഥലമായിരുന്നു. ഇത്ര കണ്ട ഉയരത്തിലുള്ള ഒരു പ്രദേശമായിരുന്നില്ല. ഇവിടേക്ക് മണ്ണ് വന്ന് അടിഞ്ഞിട്ടുള്ളതാണ്. ഏതാണ്ട് ഒരു 5-6 മീറ്ററുകളോളമൊക്കെ ഉയരത്തിലേക്ക് മണ്ണ് വന്നിട്ടുണ്ടാകാം എന്നുള്ളതാണ് അനുമാനം. ആ മേഖലയിലാണ് ഡ്രോൺ പരിശോധന നടത്തുകയും ഐബോർഡ് പരിശോധന നടത്തിയതിനു ശേഷം സിഗ്നലുകൾ കിട്ടിയതിനെ തുടർന്ന് കൃത്യമായ രീതിയിൽ ഇങ്ങനെ സ്പോട്ടുകൾ അടയാളപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. അതിന് പിന്നാലെ തന്നെ അല്പസമയം മുൻപ് ആർമി ഡോഗ്സിനെ ഈ മേഖലയിലേക്ക് എത്തിച്ച പരിശോധന നടത്തി. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആ മേഖലയിൽ പരിശോധന നടത്തിയപ്പോൾ ആ ഡോഗുകൾക്കും മണം പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 2 ഡോഗുകൾക്കും ഏതാണ്ട് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ പരിശോധന നടത്തി സ്പോട്ട് കണ്ടെത്തിയതിന് തൊട്ടടുത്ത് തന്നെ മണം പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പോലീസ് നായ്ക്കളെ കൂടി ഈ മേഖലയിലേക്ക് എത്തിച്ച പരിശോധന പൂർത്തിയാക്കും. അങ്ങനെയെങ്കിൽ ആ മേഖലയിൽ ആയിരിക്കും പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ട് ഡിഗ് ചെയ്യുന്ന നടപടിയിലേക്ക് പോകുക. പക്ഷേ നമുക്ക് ഇവിടെയുള്ള ഒരു പരിമിതി എന്ന് പറയുന്നത് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും. എല്ലാ മേഖലകളിൽ നിന്നും ഇവിടേക്ക് യന്ത്രസാമഗ്രികൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഈ മണ്ണിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ചതുപ്പ് കയറി വരുന്നതിലുള്ള തടസ്സമുണ്ട്. അതുകൊണ്ട് അത് ശ്രമകരമായ ദൗത്യമായി തുടരുകയാണ്. ഏതാണ്ട് രാവിലെ മുതൽ തന്നെ ജിയോ ടാഗിംഗ് നടപടികളൊക്കെ പൂർത്തീകരിച്ചതാണ്. അതിനുശേഷവും ഇപ്പോഴും ഇവിടേക്ക് വാഹനങ്ങളെ പൂർണ്ണമായും എത്തിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ആ മണ്ണ് കുഴിച്ചുകൊണ്ടുള്ള പരിശോധനയിലേക്ക് എളുപ്പത്തിൽ കടക്കാൻ സാധിക്കാതെ പോകുന്നത് എന്നുള്ളത് കൂടി പറയേണ്ടി വരും. ഇവിടെ മറ്റ് സ്പോട്ടുകൾ കൂടി ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസിലേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ സാർ നേരത്തെ പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്പോട്ടുകളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിക്കൊണ്ട് ഏറെക്കുറെ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്ന ഈ 8 സ്പോട്ടുകൾ തന്നെ എന്നുള്ളതാണ് ഇപ്പോൾ പ്രഥമ പരിഗണന കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നും ഒരു മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ സാധിച്ചാൽ അത് ഈ ദുരന്തബാധിത മേഖലയിൽ അകപ്പെട്ടു പോയിട്ടുള്ള മറ്റ് മനുഷ്യരെ കണ്ടെത്തുന്നതിന് കൂടി ഗുണകരമാകുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. പ്രത്യേകിച്ച് മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ ഇതുവരെ ഇത്തരം സിസ്റ്റം കൊണ്ട് സാധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഈ ഒരു മേഖലയിൽ അതിന് സാധിക്കുകയാണെങ്കിൽ, അത് കൂടുതൽ വേവ്സ് അത്തരത്തിൽ കിട്ടുകയാണെങ്കിൽ അത് മറ്റിടങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നതിന് ഗുണകരമാകുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. എന്തായാലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും വലിയ പരിഗണന കൊടുത്തുകൊണ്ടുള്ള പരിശോധന ഉണ്ടാവുക എന്നുള്ളതാണ്. ഏതാണ്ട് 4ഓളം യന്ത്രങ്ങൾ, യന്ത്രസാമഗ്രികൾ, മണ്ണുമാന്തി യന്ത്രങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ച് മാത്രം നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഈ പരിസരത്തേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമായിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ പോലീസ് നായ്ക്കളെ കൂടി ഈ മേഖലയിലേക്ക് എത്തിക്കുകയും ചെയ്യും. സമാനമായ രീതിയിൽ തന്നെ പുഞ്ചിരിവട്ടം മുതൽ ഇങ്ങ് താഴോട്ട് എല്ലായിടങ്ങളിലും മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള ഏറ്റവും വലിയ വെല്ലുവിളി കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ പോലും ഇതുപോലെ മണ്ണ് വന്നടിഞ്ഞിരിക്കുന്ന പ്രദേശങ്ങളുണ്ട്. അവിടെ ജലത്തിൻ്റെ സാന്നിധ്യവും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചതുപ്പിന് സമാനമായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പല കോണുകളിലേക്കും യന്ത്രങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥിതിവിശേഷം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രശ്നവും കൂടി പരിഹരിക്കപ്പെടുന്ന രീതിയിലേക്ക് യന്ത്രങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള നീക്കവും ഇതിനോടകം തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള തിരച്ചിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. അത് ഒരു റിസൾട്ടിലേക്ക് എത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു സെർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള മാറ്റമുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഐബോർഡ് സിസ്റ്റം ഉപയോഗിച്ച് ആ സിഗ്നലുകൾ കേന്ദ്രീകരിച്ച് അത്തരം വേവ്സ് കണ്ടെത്താൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അത് കൂടുതൽ ഗുണകരമാകും. ഏതാണ്ട് 180 പേരാണ് നിലവിൽ മിസ്സിംഗ് എന്നുള്ള രീതിയിൽ സർക്കാർ പറയുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ ആളുകൾ മണ്ണിനടിയിൽ അകപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമാക്കുന്നതിന് കൂടി അത്തരത്തിൽ ഈ 8 സ്പോട്ടുകളിൽ എവിടെ നിന്നെങ്കിലും ഒരു മൃതദേഹത്തിൻ്റെയോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളുടെയോ ഒക്കെ അവശേഷിപ്പ് കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ സാധിക്കുകയും ചെയ്യും. വിനീത.